ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 4ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. തന്നെ മല്ലയുദ്ധത്തിൽ മലർത്തിയടിച്ചാൽ ഈ പെൺകുട്ടികൾ മാത്രമല്ല ഞാനും നിങ്ങളുടെ കൂടെ പോരാമെന്ന് വെല്ലുവിളിച്ച ആ യുവതിയുടെ വെല്ലുവിളി ഷേർഖാൻ സ്വീകരിച്ചോ എന്നറിയണ്ടേ? കേട്ടോളൂ. തൻ്റെ ശക്തിയെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലെന്നും നിഷ്പ്രയാസം അവളെ തോൽപ്പിക്കാൻ കഴിയുമെന്നും ധരിച്ച ഷേർഖാൻ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചു. പ്രവാചകന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ തോറ്റുപോയാൽ എന്നെ മോചിപ്പിക്കാൻ ആവശ്യമായ പണം കൈവശമുണ്ട്. ജയിക്കുകയാണെങ്കിൽ നേടുന്നത് അമൂല്യമായ നിധിയാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ സത്യം ചെയ്യണം, യുവതി പറഞ്ഞു. ഷേർഖാൻ അപ്രകാരം സത്യം ചെയ്തു. അപ്പോൾ യുവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, നിങ്ങളെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. പക്ഷേ നേരം പുലരാറായി. ഉടനെ പോകുന്നതാണ് നല്ലത്. എൻ്റെ ഏറ്റവും ദുർബലയായ തോഴിയോട് പോലും എതിർത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഭടന്മാർ വന്നാലുള്ള കാര്യം പറയാനുമില്ല. അല്പം മുമ്പ് നടത്തിയ വെല്ലുവിളിയെക്കുറിച്ച് ഒന്നും സൂചിപ്പിക്കാതെ അവൾ മഠത്തിലേക്ക് പോയി. അപ്പോൾ ഷേർഖാൻ വിളിച്ചു പറഞ്ഞു, സുന്ദരി, എന്നോട് മല്ലിടാൻ വയ്യെങ്കിൽ വേണ്ട. പക്ഷേ ഒരപരിചിതനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് ശരിയല്ല. അത് കേട്ട് അവൾ തിരിഞ്ഞു നിന്നു. നിങ്ങൾക്ക് എന്ത് വേണം പറയൂ. ദേവി, നിന്റെ ദാസന്റെ ദാസനാണ് ഞാൻ. നിന്റെ പാദസ്പർശം കൊണ്ട് പവിത്രമായ ഈ മണ്ണിൽ നിന്നപ്പോൾ എൻ്റെ ഹൃദയം നിർവൃതി കൊള്ളുന്നു. ഇനി നിന്റെ ആതിഥ്യം കൊണ്ട് എൻ്റെ മനസ്സിനെ കുളിരേകാമോ? അവൾ ചിരിച്ചു. ശരി, ഞാൻ ആതിഥ്യ മര്യാദ മറന്നിട്ടില്ല. കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി എൻ്റെ പിന്നാലെ പോരൂ. ഷേർഖാൻ സന്തോഷപൂർവ്വം അവൾ പറഞ്ഞതനുസരിച്ചു. കുതിരയെ നോക്കാൻ തോഴിമാരെ ഏൽപ്പിച്ചിട്ട് പാലം കടന്ന് സന്യാസി മഠത്തിൻ്റെ ഗേറ്റിലെത്തി. ഷേർഖാൻ പെട്ടെന്ന് നിന്ന് അവളോട് ചോദിച്ചു, എൻ്റെ ഹൃദയേശ്വരി, നമുക്ക് മുസൽമാൻ്റെ നഗരമായ ബാഗ്ദാദിലേക്ക് പോകാം. അവിടെ പ്രശസ്തരായ പടയാളികളുണ്ട്, മറ്റു പലതുമുണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് വിവരമുണ്ടെന്നാണ് ഞാൻ കരുതിയത്. അവിടെ ചെന്ന് ഉമർ അൽ നൂമാൻ എന്ന ഭയങ്കരൻ്റെ കയ്യിലകപ്പെട്ടാൽ എന്തു ചെയ്യും? അയാൾക്ക് കൊല്ലത്തിലെ മാസങ്ങളും ദിവസങ്ങളും കണക്കാക്കി 12 കൊട്ടാരങ്ങളും അവയിൽ 360 വെപ്പാട്ടികളും ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു രാത്രി കിടക്ക പങ്കിട്ട ശേഷം അയാൾ എന്നെ വലിച്ചെറിയും. അതുകൊണ്ട് അക്കാര്യം ഇനി പറയരുത്. ഉമർ അൽ നൂമാൻ്റെ പുത്രൻ ഷേർഖാനും സൈന്യവും അതിർത്തി കടന്നെത്തിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇനി നിങ്ങൾ ആ ഷേർഖാൻ തന്നെയാണെന്ന് വന്നാൽ പോലും നിങ്ങളെ അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല. ഷേർഖാൻ്റെയും മന്ത്രി ധണ്ടൻ്റെയും നേതൃത്വത്തിൽ 10,000 കുതിരപ്പടയാളികൾ ബാഗ്ദാദിൽ നിന്നും കോൺസ്റ്റാന്റിനോപ്പിളിലെ അഫ്രീദീൻ രാജാവിനെ സഹായിക്കാൻ വന്നിട്ടുണ്ടത്രേ. വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചെന്ന് ഷേർഖാനെയും ധണ്ടനെയും കൊല്ലാൻ എനിക്ക് കഴിയും. എൻ്റെ നാടിൻ്റെ ശത്രുക്കളാണവർ. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. കഥ ഇത്രയുമായപ്പോഴേക്കും നേരം പുലർന്നു. ഷഹറാസാദ് മൗനം പാലിച്ചു. അടുത്ത രാത്രി വീണ്ടും അവർ കഥ പറയാൻ ആരംഭിച്ചു. തൻ്റെ മനം കവർന്ന യുവതിക്ക് ഷേർഖാനോടും ധണ്ടനോടും അവരുടെ സൈന്യത്തോടും കഠിനമായ വെറുപ്പാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് നിരാശയായി. എങ്കിലും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതുകൊണ്ട് താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ മനസ്സ് വന്നില്ല. മുമ്പേ നടന്ന അവളുടെ പിന്നാലെ ഒരു മോഹവലയത്തിൽ അകപ്പെട്ടതുപോലെ അയാൾ ചെന്നു. സുതാര്യമായ ശിലാഫലകം പതിച്ച വലിയ ഹാളിലെത്തിയപ്പോൾ സുഗന്ധമുള്ള മെഴുകുതിരികളേന്തിയ അടിമ പെൺകിടാങ്ങൾ യുവതിയെ എതിരേറ്റു. ഹാളിൻ്റെ നടുക്കുള്ള ജലധാര യന്ത്രത്തിൽ നിന്നും വെള്ളിക്കമ്പികൾ പോലെയുള്ള ജലപ്രവാഹം അന്തരീക്ഷത്തിന് ശീതളിമയും മനോഹാരിതയും പകർന്നു. വാതിലുകളിൽ വർണ്ണ തിരശീലകൾ തൂക്കിയും നിലത്ത് പട്ടുമെത്തകൾ വിരിച്ചും അവിടെ ആകർഷകമാക്കിയിരുന്നു. ഈ മെത്തയിലിരുന്ന് വിശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ട് യുവതി പോയി. ഷേർഖാൻ അവിടെ അടിമ പെൺകുട്ടികൾക്കിടയിൽ ഇരുന്നു. കുറേ നേരമായിട്ടും യുവതിയെ കാണാതായതുകൊണ്ട് അവൾ എവിടെയെന്ന് ഷേർഖാൻ ചോദിച്ചു. ഉറങ്ങുകയാണെന്ന മറുപടിയാണ് കിട്ടിയത്.
ഇനി എന്താണ് വേണ്ടതെന്ന് ആലോചിക്കുന്നതിനിടയ്ക്ക് അയാളുടെ മുന്നിൽ സ്വർണ്ണപാത്രങ്ങളിൽ ഭക്ഷ്യസാധനങ്ങൾ വന്നു നിരന്നു. മതിയാവോളം ഭക്ഷിച്ച് വിശപ്പ് തീർന്നപ്പോൾ ഷേർഖാൻ തൻ്റെ ഭാര്യമാരെക്കുറിച്ച് ഓർത്തു. പിതാവിൻ്റെ ഉപദേശം അവഗണിച്ച് സൈന്യത്തെ ഉപേക്ഷിച്ച് പോന്നത് തെറ്റായെന്ന് തോന്നി. തൻ്റെ ആതിഥേയയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. താൻ വന്നുപെട്ട സ്ഥലം ഏതാണെന്നും നിശ്ചയമില്ല. ഞാനൊരു ഭടൻ, പക്ഷേ കടമ മറന്നവൻ. ഞാനൊരു ഗരുഡൻ, പക്ഷേ ചിറകുകൾ നഷ്ടപ്പെട്ടവൻ. കൈകാലുകൾ ബന്ധിച്ച നിലയിൽ പ്രണയസാഗരത്തിൽ മുങ്ങിത്താഴുന്ന എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുതേ എന്നർത്ഥമുള്ള ഒരു കവിത മൂളി അയാൾ ഉറങ്ങിപ്പോയി. രാവിലെ ഉണർന്നപ്പോൾ തലേന്ന് കണ്ട യുവതി രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് തോഴിമാരുമൊത്ത് മുന്നിൽ നിൽക്കുന്നത് കണ്ടു. മുത്തുകൾ പതിച്ച സ്വർണത്തിലുള്ള അരപ്പട്ട അവളുടെ മാറിടത്തിൻ്റെയും പിൻഭാഗത്തിൻ്റെയും ഗുരുത്വം കാട്ടി. പിന്നീട്ട് തലമുടിയിൽ രത്നം കോർത്ത അലങ്കാരം അവൾ അണിഞ്ഞിരുന്നു. നീളൻ കുപ്പായത്തിൻ്റെ അടിവശം കൈകൊണ്ടുയർത്തിപ്പിടിച്ച് മെല്ലെ നടന്ന് അവൾ ഷേർഖാനെ സമീപിച്ചു. അപ്പോൾ അയാൾ തൻ്റെ സൈന്യത്തെയും മന്ത്രിയെയും പിതാവിൻ്റെ ഉപദേശത്തെയും ആകെ മറന്നു.